ഹലോ, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഒരു കപ്പയും മീൻകറിയും വെക്കാൻ പോവാണ്. നമ്മൾ മലയാളികൾക്ക് കപ്പയില്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ ദേ ഇവിടെ ഫ്രോസൺ ആയിട്ട് കപ്പ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു വിസിൽ അടിക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയാണ്, പെട്ടെന്ന് വേവും. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കടുകെല്ലാം പൊട്ടിച്ച് നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് വറ്റൽമുളക് വേണം. അപ്പോൾ വറ്റൽമുളകൊക്കെ മുറിച്ചോ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതങ്ങ് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എന്തെങ്കിലും ചേർക്കാം. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കപ്പയും കൂടി ഇടാം. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇടും കേട്ടോ. എനിക്ക് കപ്പ ഒലത്തിയതാണ് കപ്പ പുഴുക്കിനേക്കാളും ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കപ്പ റെഡിയായി മാറ്റി വെച്ചു. അടുത്ത് നമ്മുടെ മീൻ കറിയിലോട്ട് അങ്ങ് കിടക്കുവാണ്. ചട്ടി വെച്ചിട്ട് ഇതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഈ വക സാധനങ്ങളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറിന് പകരം ഞാനിട്ടത് കുറച്ച് പപ്രിക്ക പൗഡറാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. പപ്രിക്ക എന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് മാങ്ങ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ചുമ്മാ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ കുടംപുളിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അയിലക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അയില കിട്ടി, നമ്മൾ അയില കഴുകി എല്ലാം വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് ഇതേ നമ്മുടെ അയില കഷ്ണങ്ങൾ അങ്ങ് ഇടുവാണ്. അപ്പോൾ അയിലക്കറി വെക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാട്ടോ. അയില കഷ്ണത്തിൽ നിന്നൊക്കെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി നല്ല മീൻകറി ആയിരിക്കും അത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടേ.